കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പോകണമെന്ന് ഞാൻ തീരുമാനിച്ചാ പോയിരിക്കും. എന്നാ പിന്നെ നീ പാടി ചവിട്ടില്ല. വിജയലക്ഷ്മിയെ പറയുന്നേ. വലിയ വാ വാ. വിജയലക്ഷ്മി, എന്തായി കാണുന്നത്? കൃഷ്ണൻകുട്ടി ചേട്ടൻ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ വിശ്വാസമായി കാണുമല്ലോ. അവളുടെ തലയെടുപ്പും തന്റെയിടം ഒക്കെ കണ്ടില്ലേ? ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം വേണ്ട ചേച്ചി. അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് നിനക്ക് പിടികിട്ട് കാണുമല്ലോ. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല, അവര് എന്റെ അമ്മായിയമ്മ തന്നെ ഉണ്ടാക്കുന്നതാ എന്ന് കരുതി എന്ത് ചെയ്യാനാ വലിയേച്ചി? നമുക്ക് മുന്നിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ജീവിതം മുഴുവൻ അതിൽ കുരുങ്ങും. വലിയേച്ചി എന്തൊക്കെയായി പറയുന്നേ? എന്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോ എന്നെ ഒന്ന് വീട്ടിലേക്ക് അയച്ചാ അവർക്ക് എന്ത് നഷ്ടം വരാനാ ശ്യാമേ? ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നടന്നുകൊണ്ടിരുന്നേ? സമാധാനിക്ക് ചേച്ചി, ഇനി അതൊന്നും വിചാരണ ചെയ്യണ്ട. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. ശാന്തേച്ചി മാത്രമേ ഉള്ളൂ ഹോട്ടലിൽ. എന്താടി? ഈ പ്രശ്നം ഇവിടെ തീരണേ വലിയേച്ചി, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു മനസ്സമാധാനവും കിട്ടില്ല. നിങ്ങൾക്കൊരു മനസ്സമാധാനക്കേടും വേണ്ട. ഈ പ്രശ്നം ഇവിടെ തീർന്നില്ലെങ്കിൽ അവർക്ക് തന്നെയാ കുഴപ്പം. വലിയേച്ചി ആകെ മാറിപ്പോയതുപോലെ. ചില മാറ്റങ്ങളൊക്കെ നല്ലതാ, അല്ലെങ്കിൽ ജീവിക്കാനൊക്കില്ല. നീ പൊയ്ക്കോ. പോട്ടെ. സംഗതി വർക്കൗട്ടായി തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ശരി അച്ഛാ, ഞങ്ങൾ ഇറങ്ങും. നമുക്ക് ഇറങ്ങിയാലോ പ്രീതി? എന്താ എന്താ പ്രീതി? മോളെ എന്താ എന്താ എന്ത് പറ്റി? എന്താ മോളെ? മോളെ എന്താ മോളെ? യെസ്, സക്സസ്. വേദന എന്താ മോളെ? എന്താ പ്രീതി? വേദന സഹിക്കാൻ പറ്റുന്നില്ല. അതെന്താ അങ്ങനെ? മോളെ ആർച്ചിട്ടാ ഇതെന്താ പെട്ടെന്ന്? മോളെ പ്രീതി, പ്രീതി എന്താ മോളെ, എന്താ പറ്റിയത്? ആ പായസായിരിക്കും കുഴപ്പമായത് ആന്റി. പായസോ?
പ്രീതി എടി പ്രീതി വിഷ്ണുട്ടാ എടി എടാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ ഹോസ്പിറ്റലിൽ പോ എനിക്ക് സൂക്ഷിച്ച് വാ. പതുക്കെ കൊണ്ടുപോടാ മോളെ സൂക്ഷിച്ച് ഇവിടെ അർജുനേട്ട നമ്മുടെ കുഞ്ഞ് ഒന്നുമില്ല നീ കേറ് അർജുൻ ഞാൻ പിടിച്ചോളാം ഞാൻ വണ്ടി എടുത്തോളാം അമ്മ വേഗം കേറ് നീ വരണ്ട മാറ് നീ വരണ്ടെന്നാ പറഞ്ഞത് ഞാൻ ജയിച്ചടി. ഇനിയുള്ള യാത്ര ഞങ്ങൾ ഒന്നിച്ചാ. നീ പുറത്ത്. ആ. എന്റെ ഈശ്വരാ. മോളെ അർജുനേട്ട ഒന്നുമില്ല ഒന്നുമില്ല പ്രീതി അർജുനേട്ട വല്ലാതെ വേദനിക്കുന്നു ഒന്നുമില്ല പ്രീതി ഒന്നും വരില്ല ഒന്നുമില്ല മോളെ സമാധാനായിട്ടിരിക്കെ നമ്മളെ ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തും വേദന എടുക്കുന്ന അർജുനേട്ട അർജുനേട്ടാ ഒന്നുമില്ല പ്രീതി നമ്മൾ എത്തി മോളെ മോളെ കരയില്ലേ അയ്യോ ഡോക്ടർ എന്തു പറ്റി സത്യമ്മേ? ഡോക്ടർ പ്രീതിക്കൊരു വയറുവേദന ഡോക്ടർക്ക് അറിയാലോ അവളുടെ യെസ് യെസ് ഐ നോ ഷീസ് കാരി. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, ഞാൻ നോക്കട്ടെ. ഒന്ന് പെട്ടെന്ന് നോക്കണേ ഡോക്ടർ. അയ്യോ എന്റെ ദൈവമേ ഈശ്വര അമ്മ ഡോക്ടർ നല്ല വേദന എടുക്കുന്നു. കൂൾ ഡൗൺ പ്രീതി, ഞാൻ നോക്കട്ടെ. സമാധാനിക്ക്. കൂൾ കൂൾ, ഞാനൊന്ന് പരിശോധിക്കട്ടെ. കൂൾ ഡൗൺ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. പ്ലീസ് ഡോക്ടർ, എനിക്ക് വേദന താങ്ങാൻ പറ്റുന്നില്ല. മാഡം ഈ മരുന്നൊന്ന് വാങ്ങണേ. ഞാൻ വാങ്ങിക്കാം. ഞാൻ പോയിട്ട് വരാം. സിസ്റ്റർ പ്രീതിക്ക് എന്ത് പറ്റിയതാ സിസ്റ്റർ? ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പ്രീതിക്ക് എന്ത് പറ്റിയതാന്ന് അറിയാവുന്ന ഒരേ ഒരാൾ ഇപ്പൊ ഞാനാ ഭാമന്റി. ഡോക്ടർ അതൊന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. എങ്കിലേ സംഗതി വർക്കൗട്ട് ആവും. ഇഞ്ചക്ഷൻ എടുത്തു ഫാസ്റ്റ്. അമ്മേ അമ്മേ സിസ്റ്റർ മരുന്ന്.
ശാരികേ, ശാരികേ, ശാരികേ. ശാരിക, എന്തുപറ്റി? ഒന്നുമില്ല, മോഹം കണ്ട അങ്ങനല്ലല്ലോ. ചെറിയൊരു ക്ഷീണം. പനിയുണ്ടോ? ഇല്ല സർ. പിന്നെ ചെറിയൊരു ക്ഷീണേ ഉള്ളൂ. എന്നാ വാ കഴിക്കാം. എനിക്ക് വിശപ്പില്ല സർ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ? കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് ലഞ്ച് കഴിക്കാവുന്നേ ഉള്ളൂ എനിക്ക്. തനിക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാ ഇത്രയും ദൂരം ഞാൻ വണ്ടി ഓടിച്ചു വന്നേ. എന്താ അവിടെ പ്രശ്നം? അമ്മാവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ഇല്ല സർ. താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. എടോ പറയടോ. ഞാനൊന്നും പറയുന്നില്ല സർ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ സാറിന്റെ അടുത്ത് ഏഷണി പറഞ്ഞു തന്നൂന്നാവും. സാരമില്ല, താൻ കാര്യം പറ. ശ്യാമ ഇന്നിവിടെ വന്നിരുന്നു. വിഷം തീണ്ടിയ ശേഷം അമ്മയ്ക്ക് പത്യവും തുടർ ചികിത്സയൊക്കെ ഉണ്ട്. അധികം ജോലികൾ ചെയ്യരുതെന്നും വിശ്രമം വേണമെന്നും വൈദ്യര് പറഞ്ഞിട്ടുണ്ട്. ഹോട്ടലും വീടും ഒക്കെ കൂടി ഒറ്റയ്ക്ക് നടത്താൻ പറ്റുന്നില്ല. ശ്യാമയുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സാറിനറിയാലോ. രാജചേച്ചിയുടെ അമ്മ അസുഖം കൂടി ഹോസ്പിറ്റലില. ഇപ്പൊ ഹോട്ടലില് ശാന്തേച്ചി മാത്രമേ ഉള്ളൂ സഹായത്തിന്. കുറച്ചു നാളത്തേക്ക് എന്നെ ഒരു കൈസഹായത്തിന് കിട്ടുമെന്ന് അറിയാനാ ശ്യാമ വന്നത്. എന്നിട്ട് എന്നെ വിടുന്നില്ലെന്നുണ്ടെങ്കിൽ വേണ്ട സർ. ഇവിടുത്തെ അടിമ വേല ചെയ്യാൻ ഇവിടെ ആള് വേണമല്ലോ. പിന്നെ മെസ്സും ഇപ്പൊ ഒരു വരുമാനമല്ലേ. വിടുന്നില്ലെന്നുണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതിയായിരുന്നു. പിന്നെ എന്നെ വിളിക്കാൻ വന്ന ശ്യാമയെ മുഖത്താട്ടും പോലെയാ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. കുടിക്കാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കൊടുത്തില്ല. എന്നെ എന്റെ അമ്മയെ കുറെ ചീത്ത പറയും ചെയ്തു. സാർ ചോദിക്കാനൊന്നും പോണ്ട. പ്ലീസ് സർ, ഇതാ ഞാൻ സാറിനോടൊന്നും പറയാത്ത. സാർ ഇത് ചോദിക്കാൻ പോയാ അതും കൂടി ചേർത്ത് ഞാൻ അനുഭവിക്കേണ്ടി വരും. പിന്നെ ഇതെല്ലാം കണ്ടോണ്ട് ഞാൻ മിണ്ടാതിരിക്കണോന്നാണോ താൻ പറയുന്നേ? ഒന്നും വേണ്ട സർ, എല്ലാം എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. സാറിന്റെ കൂടെ ജീവിക്കാന്നുള്ളത് തന്നെയല്ലേ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതിനപ്പുറം എനിക്ക് ഒന്നും വേണ്ട. ശരി, തന്റെ വീട്ടിൽ പോകുന്ന കാര്യത്തിൽ അമ്മാവനും അല്ല ഞാൻ തീരുമാനം എടുക്കും. താൻ മറുത്തൊന്നും പറയരുത്. ഞാൻ ഭക്ഷണം എടുക്കാം സർ. ശരി. അതെ, താൻ കൂടി കഴിക്കുമെങ്കിൽ മാത്രം എന്നെടുത്ത് വെക്ക്. ഡോക്ടർ, പ്രീതിക്ക് ഫുഡ് പോയ്സൺ ആയതാണ്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? പ്രീതിക്ക് കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ കാത്തു. പേടിപ്പിച്ചു കളഞ്ഞു ഞങ്ങളെയൊക്കെ. ഡോക്ടർക്ക് അറിയാലോ, നിറവയറായിട്ടിരിക്കുക അവളെ. കുഞ്ഞിലെ അവൾ അങ്ങനെയാ, ഒരു ചെറിയ വേദന പോലും താങ്ങില്ല. അതൊരു ചെറിയ വേദനയായിരുന്നില്ല സത്യമ്മേ. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. ബട്ട് എന്താ ഡോക്ടർ? പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ മാത്രം ഞങ്ങൾക്ക് കഴിഞ്ഞില്ല സത്യഭാമേ. അത് അബോർഷനായിപ്പോയി.
പറഞ്ഞതെന്ന്. സത്യമേ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. എന്റെ പ്രീതിയുടെ കുഞ്ഞ് അബോഷനായി പോയെന്നോ? സത്യമേ പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ. എന്താ നിങ്ങളീ പറയുന്നേ? നിങ്ങൾക്കറിയാമോ എന്താ നിങ്ങൾ പറയുന്നതെന്ന്? നിങ്ങളെ ഞാൻ വിടില്ല. പ്രീതിയുടെ കുഞ്ഞ് അബോഷനായി പോയെന്ന് ഇവര് പറയുന്നത് കേട്ടോ വിഷ്ണു? അവര് കള്ളം പറയുന്നത് അവർക്ക് അറിയില്ലൊന്നും. എന്റെ പ്രീതിയുടെ കുഞ്ഞ് അബോഷനായി പോയെന്ന് അതെങ്ങനെ സംഭവിക്കാനാ? അതോട് ഞാൻ ചോദിക്കട്ടെ, എടാ എന്റെ കുഞ്ഞ് നമുക്ക് അവളെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിന്നെ അവരോടൊന്ന് ചോദിക്കാം നമുക്ക്. അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ എന്റെ മോള്. മോനെ അർജുൻ, നീ ഇതൊന്നും വിശ്വസിക്കല്ലേ. ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല നമ്മുടെ കുഞ്ഞിന്. പ്രീതിക്ക് ഒന്നും സംഭവിക്കില്ല. പിന്നെ നമ്മളൊക്കെ എന്തിനാ? എടാ നമുക്ക് അവളെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. നമുക്ക് ഇപ്പൊ തന്നെ കൊണ്ടുപോകാം. എടാ നമുക്ക് അവളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. നീ വേഗം വണ്ടി എടുക്ക്, കൊണ്ടുപോകാടാ, വേഗം ചെല്ല്. എന്താടാ? എടാ നീ ഈ കള്ളക്കഥ വിശ്വസിക്കുകയാണോ? എടാ എടാ മോനെ, നീ പറ. ഇവ പറയുന്നതൊന്നും കേക്കണ്ട. നീ എന്റെ കൂടെ വാ, നമുക്ക് അവളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വാടാ, വന്നേ. ഞാൻ പറയുന്നതൊന്നും കേൾക്ക് അർജുൻ. ഞാൻ പറയുന്നത് കേക്ക്. വാ മോനെ. എന്താടാ? എടാ വാടാ. അമ്മേ, അയ്യോ എന്റെ പൊന്നു മോളെ. അമ്മ, എന്റെ കുഞ്ഞ് ഈശ്വര. അമ്മ, സത്യമേ, പ്രീതിയെ കാണണമെങ്കിൽ അകത്ത് കയറി കണ്ടോളൂ. എനിക്കെന്റെ മോളെ കാണണം. എനിക്ക് കാണണം എന്റെ കുഞ്ഞിനെ.